കെ.വി. സൈമൺ അവരെ കുറിച്ച് കർത്തൃദാസൻ ഇവാഞ്ചലിസ്റ്റ് ഇ.എസ്. തോമസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഫെബ്രുവരി മാസം 7-ാം തീയതി ഇടയാറമ്പള കുന്നുംപുറത്ത് എന്ന പ്രശസ്തമായ കുടുംബത്തിൽ കൽപ്പക മുകുളമായി വിടർന്ന് 61 വർഷക്കാലം മാത്രം ഈ കാലയവനിയിൽ ജീവിച്ചിരുന്ന് 61 പുരുഷജന്മങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ ആവാത്ത ശുശ്രൂഷകൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിവർത്തിച്ച മഹാമനുഷ്യനായിരുന്നു. കേരള ക്രൈസ്തവ ജനതയുടെ അഭിമാനസ്തംഭമായി ചരിത്ര കേരളത്തിൽ എന്നും തലയുയർത്തി നിൽക്കുന്ന മഹാകവി കെ.വി. സൈമൺ. മഹാന്മാർ അങ്ങനെ തന്നെ ജനിക്കുന്നു എന്ന് ഒരു പുരുഷകേസരി ഒരിക്കൽ പ്രസ്താവിച്ചത് മിസ്റ്റർ സൈമനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അന്വർത്ഥമാണ്. അനുകൂല സാഹചര്യങ്ങൾ യാതൊന്നും കൂടാതെ സ്വന്തം ജീവിത വൃത്താന്തത്തിൽ ദൈവദത്തമായ വാസനാ വൈഭവങ്ങളെ അനുസ്യൂതമായി പരിപോഷിപ്പിച്ച് അനന്യ സുലഭങ്ങളായ ശക്തിവിശേഷങ്ങൾ സ്വാധീനം ചെയ്ത് ഉറപ്പിച്ച് അപാര വേദശാസ്ത്ര പരാംഗതൻ, മതചരിത്ര പണ്ഡിതൻ, അപ്രതിമനായ താർക്കികൻ, ഉജ്ജ്വല ഗദ്യ സാഹിത്യകാരൻ, പണ്ഡിത കവി, ഗാനകൃത്ത്, സംഗീത കലാവിജ്ഞൻ, ഗ്രന്ഥകാരൻ, പത്രാധിപർ, ധനസമ്പാദന വിഭോഗനായ വിജ്ഞാന കുബേരൻ, വാഗ്മിത്വ കലാസമ്പന്നൻ, അചഞ്ചലനായ മതധീരൻ, സർവോപരി കളങ്കരഹിതനായ ദൈവഭൃത്യൻ എന്നീ നിലകളിൽ കേരളക്കരയിലെ ക്രൈസ്തവ മാർഗത്തിന് മാർഗദർശിയായി തീർന്ന മലങ്കരയുടെ മഹാനായ നവീകരണ കർത്താവായിരുന്നു അദ്ദേഹം. 10ാമത്തെ വയസ്സിൽ ക്ലിഷ്ട സമസ്യകൾ പോലും അക്ലിഷ്ടമായി പൂരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബുദ്ധിമണ്ഡലത്തിന്റെ പ്രകാശം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ആ കാലത്ത് ആനയെ പൂച്ച കടിച്ച് കൊന്ന് വിരവിൽ തിന്നേച്ചു പോയാനഹോ എന്ന സമസ്യ മസ്തിഷ്കമലനായ കൊച്ചു സൈമൺ മഹാകവി മൂലൂരിന് മുമ്പാകെ താഴെ പറയും വണ്ണം പൂരിപ്പിക്കുകയുണ്ടായി. ഞാനൻ തോളിലുമൻ കരത്തിലും എടുത്തേറ്റി കളിപ്പിച്ചു നൽ തേനൂറും കനിയൊത്ത് പാലും അതുപോൽ ചോറും കൊടുത്തുന്നമേ ആനന്ദത്തോടെ കണ്ണിലുണ്ണി സമാനമായി ആരാമിച്ചുള്ളൊരു അണ്ണാനെ പൂച്ച കടിച്ച് വിരവിൽ തിന്നേച്ചു പോയാനഹു. പിൽക്കാലത്ത് വേദവികാരം, മഹാകാവ്യം രചിക്കുവഴി ആംഗലേയ സാഹിത്യകാരന്മാരായ മിൽട്ടൺ, ഷേക്സ്പിയർ, കെല്ലി മുതലായ കവിശ്രേഷ്ഠന്മാരുടെയും ഭാരതീയ കവിവരന്മാരായ വാൽമീകി, എഴുത്തച്ഛൻ, കാളിദാസൻ മുതലായ കവി കുലജ്ഞന്മാരുടെയും നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട മഹാകവി കേരള ക്രൈസ്തവരുടെ അഭിമാനസ്തംഭമായി എന്നും എന്നും നിലകൊള്ളുന്നു. കേരളത്തിലെ വേർപെട്ട സഭകൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഈ മഹാരഥൻ ഇത് കാല യവനയ്ക്ക് അപ്പുറത്തേക്ക് മറഞ്ഞിട്ട് കാലദശകങ്ങൾ ആകുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ തൂലികത്തുമ്പിൽ നിന്ന് വിരചിതമായ അനേകം പുസ്തകങ്ങളും അതുപോലെ 300-ലധികം ഗാനങ്ങളും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, വിശേഷാൽ വേർപെട്ട സമൂഹം പാടിയും വായിച്ചും ദൈവത്തെ ഇന്നും മഹത്വപ്പെടുന്നു. മലയാളക്കരയിൽ ക്രൈസ്തവർ എന്ന് പറയുന്ന ആളുകൾക്ക് കർണാടക രാഗത്തിലും അതുപോലെ സംസ്കൃത രാഗങ്ങളിലും പദ്യങ്ങൾ എഴുതുവാൻ അപ്രാപ്തരാണ് എന്ന് ഒരുപറ്റം ആളുകൾ ക്രൈസ്തവരെ ആക്ഷേപിച്ച കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളി എന്ന വണ്ണം ആര്യ ദ്രാവിഡ ഭാഷകളെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് ഏറ്റവും മനോഹരമായ നിലയിൽ ഗദ്യങ്ങളും പദ്യങ്ങളും ചമയ്ക്കുവാൻ മഹാകവിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കും. മഹാനായ ഈ മനുഷ്യന്റെ ജീവചരിത്രം കേരള ക്രൈസ്തവർ ഉള്ളിടത്തോളം കാലം ഒരു കാലത്തും മറക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗമശരീരം ഇടയാറമ്പയിൽ കുന്നുംപുറത്തുള്ള തറവാട്ടിൽ ഇന്നും നിദ്രകൊള്ളുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിലെ പൊൻപുലരയും പുനരുത്ഥാനത്തിന്റെ ഭാഗ്യകരമായ പ്രത്യാശയെ പ്രതീക്ഷിച്ചുകൊണ്ട്